കൂട്ടുകാരെ നമസ്കാരം. ഞാൻ ജലജ പ്രസാദ്. സംസ്കൃത ന്യായങ്ങളെ പരിചയപ്പെടുത്തുന്ന പങ്ക്തിയിൽ ഇന്ന് കാകദന്ത ഗവേഷണ ന്യായത്തെപ്പറ്റി പറയുന്നു. കാകദന്തം, കാക്കയുടെ പല്ല്. കാകദന്ത ഗവേഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ കാക്കയുടെ പല്ല് കണ്ടുപിടിച്ച് എത്രയുണ്ട് എന്ന് എണ്ണിത്തിട്ടപ്പെടുത്തുക. ഗവേഷണം അതാണല്ലോ. പുതുതായി ഒന്നിനെ കണ്ടുപിടിച്ച് ന്യായാന്യായങ്ങൾ വിവേചിച്ചറിഞ്ഞ്, സത്യാസത്യങ്ങൾ വിവേചിച്ചറിഞ്ഞ് ശരിയായ ഒരു കാഴ്ചപ്പാടിൽ, ശരിയായ ഒരു ഉത്തരത്തിൽ എത്തിച്ചേരുന്ന, നിഗമനത്തിൽ എത്തിച്ചേരുന്നതാണ് ഗവേഷണം. അപ്പോൾ കാകദന്ത ഗവേഷണം എപ്പോഴെങ്കിലും പൂർത്തിയാകുമോ? ഇല്ല. ഇല്ലാത്ത ഒന്നിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് അസാധ്യമാണ്. അത് നിഷ്ഫലമാണ്, നിഷ്പ്രയോജനമാണ് ആ പ്രവർത്തനം. അപ്പോൾ കാകദന്ത ഗവേഷണം പോലെ എന്ന് പറയുന്ന സന്ദർഭവും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇല്ലാത്ത ഒന്നിൻ്റെ പിറകെ അത് കണ്ടെത്താനായി നടത്തുന്ന ശ്രമം, അല്ലെങ്കിൽ വെറുതെ സമയം കളയുന്ന ശ്രമം. കാകദന്ത ഗവേഷണ ന്യായം.